ജൂൺ മാസത്തിലാണ് ഈ ഒരു പേഷ്യൻ്റ് എന്നെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ആൾ വന്നപ്പോൾ കുറേ നാളായിട്ട് പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കാത്ത ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-12 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ്, പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വരുന്നൊരവസ്ഥ, ഗുളികയും ഇഞ്ചക്ഷൻസിലും ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒരുവിധം ഒന്ന് പിടിച്ച് കിട്ടുമ്പോഴത്തേക്കും അടുത്ത ബ്ലീഡിങ് ആവുന്നൊരവസ്ഥ. അതായത് എന്താ പറയുക, ഇനി ഇത് ശരിയാകുമോ, ഇത് ഇത്ര വലിയ പ്രശ്നമാണോ എന്നൊന്നും അറിയാതെ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം എൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പം സ്കാൻ റിപ്പോർട്ട് നോക്കിയ സമയത്ത് ഓവറിയിൽ സിസ്റ്റുകളുണ്ട്, പെൽവിക് അഡ്ഹഷൻസ് കാണുന്നുണ്ട്, എൻഡോമെട്രിയം നല്ല തിക്കൻഡായിട്ടാണ് കാണുന്നത്. ഇത്രയും സിറ്റുവേഷൻസിലാണ് ആൾ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഡേ ആൾ ഇവിടുന്ന് മരുന്ന് വാങ്ങി ഇറങ്ങുന്ന ഒരു രംഗം അത് എടുത്തു പറയേണ്ടതാണ്. കാരണം റിസപ്ഷൻ ഏരിയയിൽ നിന്ന് തന്നെ ആൾ കൈകൂട്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം കാണുന്നത്. അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു അവസ്ഥ കൊണ്ടെന്ന്. അങ്ങനെ ഭയങ്കര പ്രാർത്ഥനയില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ മെറിൻ പറയുകയുണ്ടായി, അയ്യോ ഡോക്ടർ എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു, കാരണം നമുക്ക് തന്നെ സങ്കടം തോന്നുന്നു ആ മെഡിസിൻ വാങ്ങി പോകുന്ന ഒരു കാഴ്ച കണ്ടിട്ടായിരുന്നു. അങ്ങനെ ആള് കുറച്ച് ടെൻഷൻ്റെ ആളാണ്. എന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഡോക്ടർ ഇത് കുറയോ എന്ന്. അങ്ങനെ എന്തായാലും 3 മാസത്തിന് ശേഷം ആൾ ഓക്കെ ആയി. ആൾക്ക് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ പീരീഡ്സ് എങ്ങനെയാണോ ആകുന്നത് അതേ ഒരു നോർമൽ അവസ്ഥയിലേക്ക് എത്തി. ഇന്ന് നമുക്കൊരു റിവ്യൂ ഒക്കെ തന്നിട്ടുണ്ട്, ആ റിവ്യൂ നിങ്ങൾക്ക് കാണാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഇങ്ങനെയുള്ള കേസുകൾ പ്രസൻറ്റ് ചെയ്യുന്നത് വഴി ഉദ്ദേശിക്കുന്നത്, പലർക്കും അറിയില്ല ഹോമിയോപ്പതിയിൽ ഇതുപോലെയുള്ള കണ്ടീഷൻസിന് മരുന്നുകൾ ഉണ്ടെന്നും മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഹെൽത്തി ആയി തന്നെ നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നും അതുകൂടി മനസ്സിലാക്കി തരാനാണ് കേട്ടോ ഈ ഓരോ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂ കണ്ടിട്ട് വരാം. ഞാൻ അടൂർ ചൂരക്കോട് നിന്നാണ് ആരാധ്യ ഹോമിയോയിലെത്തുന്നത്. ജൂൺ ആരംഭത്തിലാണ് എത്തിയത്. എനിക്ക് ആ സമയത്ത് പീരീഡിൻ്റെ ബ്ലീഡിങ് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. 7, 8 അല്ല 10, 12, 14 ദിവസങ്ങൾ നിൽക്കുന്നതായിരുന്നു. ഞാൻ പല ഹോസ്പിറ്റലിലും പോയി, പക്ഷെ അതിനൊന്നും ഗുളികയില്ലാതെ ഇതുവരെ നിന്നിട്ടില്ല. പക്ഷെ ഇവിടെ വന്ന് മരുന്ന് ഒരു 3 മാസക്കാലം തുടർച്ചയായിട്ട് കഴിഞ്ഞ് എനിക്ക് ആദ്യം ഈ മരുന്ന് കൊണ്ട് നിൽക്കുമോ എന്ന് പേടിയായിരുന്നു. മരുന്ന് കഴിച്ച സമയങ്ങളിൽ ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഡോക്ടറെ കൂടുതൽ ബുദ്ധിമുട്ടിച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞ് ഫീലിംഗ് വേണ്ട, പേടിക്കേണ്ട, മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കൂ, പേടിക്കുകയേ വേണ്ട എന്നാണ് പറഞ്ഞ്. അതനുസരിച്ച് ഞാൻ വീണ്ടും മരുന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു. ആ ടൈമിലും എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി, പക്ഷേ തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായിട്ട് ആ ബ്ലീഡിങ് എന്നുള്ള സംഭവം സ്റ്റോപ്പായി. 3 മാസക്കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് പഴയ രീതിയിൽ എങ്ങനെയാണോ പീരീഡ് ആയ ടൈമിൽ അതേ അവസ്ഥ അനുഭവിക്കാൻ കഴിഞ്ഞു. ഒത്തിരി നന്ദിയും അതിനേക്കായി സന്തോഷവും തോന്നുന്നുണ്ട്.